ഈ ആഘോഷങ്ങൾക്ക് കുറച്ച് കളർഫുൾ ആകണമെങ്കിൽ മദ്യം വേണം? മദ്യപാനികൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകൾ വലിയ തോതിൽ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. 771 കോടി 29 ലക്ഷം രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ച് തീർത്തതെന്നാണ്. മദ്യം കുറയുന്നിടത്ത് ലഹരിയുടെ ഉപയോഗം കൂടുന്നതായി കാണുന്നുണ്ട്. അത് ഇതിനേക്കാൾ വലിയ വിപത്താണ്. നമസ്കാരം, വനിതാ ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരാഘോഷ സീസൺ വന്നെത്തുമ്പോൾ അതിപ്പോൾ ഓണമാകട്ടെ മറ്റെന്ത് പരിപാടികളുമാകട്ടെ, വാർത്തകളിൽ നിറയുന്നത് ബെവ്കോ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിലെ നീളുന്ന ക്യൂവും കോടികളുടെ മദ്യവിൽപ്പനയുമാണ്. ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മദ്യം വേണമെന്നുണ്ടോ? സംസ്ഥാന ഖജനാവിലേക്ക് കോടികൾ ഒഴുകിയെത്തുന്ന ഈ കച്ചവടം സർക്കാരിൻ്റെ സാമ്പത്തിക മുന്നേറ്റത്തിൻ്റെ ലക്ഷണമാണോ, അതോ ഒരു നാടിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായ ഒരു വീഴ്ചയുടെ ലക്ഷണമാണോ? ഈ വിഷയമാണ് ഇന്ന് വനിതാ ജംഗ്ഷൻ പരിശോധിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എന്ത് ആഘോഷങ്ങളുണ്ടെങ്കിലും നമ്മൾ സാധനം ഉണ്ടോ എന്ന് ചോദിക്കുന്നൊരു പതിവ് പലയിടത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് ഈ കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തു വന്ന ബെവ്കോയുടെ ഈ ഓണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കണക്കുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ബെവ്കോ ഔട്ട്ലെറ്റുകളിലായിക്കോട്ടെ, മറ്റു ബാറുകളിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഈ കൂടുന്ന ഒരു മദ്യവിൽപ്പനയും മദ്യത്തിൻ്റെ ഉപഭോഗവും എന്ന് പറയുന്നത് എന്ത് തോന്നുന്നു? ഈ ആഘോഷങ്ങൾക്ക് കുറച്ച് കളർഫുൾ ആകണമെങ്കിൽ മദ്യം വേണോ? തീർച്ചയായിട്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതല്ല, ഈ മദ്യപാനികൾ എന്ന് പറയുമ്പോൾ അതിൽ സ്ത്രീകൾ വലിയ തോതിൽ ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകളുടെ എണ്ണം കൂടുന്നു എന്ന് മാത്രമല്ല, ഈ ക്യൂ നിന്ന് മദ്യം മേടിക്കാൻ ഇവർക്കൊരു മടിയുമില്ല എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. പണ്ടത്തെ കാലത്തേക്ക് സ്ത്രീകൾ മദ്യപിച്ചിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അത്തരത്തിൽ ഒരു ഒളിവോ മറയോ സ്ത്രീകൾക്കില്ല എന്നുള്ളത് അങ്ങനെ വരുമ്പോഴത്തേക്കും അത് നൽകുന്നൊരു മെസ്സേജ് എന്താണ് എന്നുള്ളതൊരു ചോദ്യമായിട്ട് ഉയരുകയാണ്. അപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ അച്ഛനും അമ്മയും മദ്യപിക്കും, അതൊരു കുറ്റമല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ഇത് കണ്ടുവരുന്ന കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വരും തലമുറ അത് അവരെയൊക്കെ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു കാര്യം, അതാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്. അത് നമ്മളുടെ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം, നമ്മളുടെ ആഘോഷങ്ങൾക്ക് വന്നിട്ടുള്ളൊരു സാംസ്കാരിക മാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എന്ത് ആഘോഷങ്ങൾക്കും ഈ ഒരു മദ്യം വിളമ്പുക എന്നുള്ളത് ഇപ്പം അത് വളരെ കോമൺ ആയി. അതായത് ഒരു ആഘോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിന് കുറച്ച് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതിപ്പോൾ ജെൻഡർ ബേസിലൊന്നുമല്ല, അതിപ്പോൾ സ്ത്രീകൾക്കും കഴിക്കാം, പുരുഷന്മാർക്കും കഴിക്കാം. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ സമൂഹം ആയി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ സംസ്ഥാന സർക്കാരിനാണെങ്കിലുമൊക്കെ ഈ ഖജനാവിലേക്ക് കൂടുതൽ നികുതിയായിട്ടും എക്സൈസ് നികുതിയായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ കൂടുതൽ കാശ് കിട്ടുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കുറേ സാമൂഹിക വിപത്തുകളുണ്ട്. ഇപ്പം നമ്മൾ ഈ പലർക്കും ഒരു സന്തോഷത്തിനും ഒരു ലഹരിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ മദ്യം കഴിക്കുന്നത്. മദ്യം കഴിക്കണോ വേണ്ടയോ എന്നുള്ളത് അവനവൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെ കഴിക്കുന്നു എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം. പല രീതിയിലുള്ള മദ്യപാനികൾ ഉണ്ടല്ലോ. ചിലവരെ നമുക്ക് മദ്യപാനികൾ എന്ന് പോലും വിളിക്കാൻ പറ്റില്ല. അപ്പോൾ പല രീതിയിലുള്ള കുടികളാണ്. ചിലപ്പോൾ ഈ ആഘോഷങ്ങൾ വരുമ്പോൾ മാത്രം കുടിക്കുന്നത്, സന്തോഷത്തിനും ദുഃഖത്തിനുമായിട്ട് ചേർന്ന് എല്ലാത്തിനും കുടിക്കുന്ന ആളുകളുണ്ട്, ഡെയിലി കുടിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഡെയിലി ഒരു പെഗ് വീതം വളരെ സ്ലോ ആയി അങ്ങനെ കുടിക്കുന്ന ആളുകൾ. അപ്പോൾ പല രീതിയിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അത് നമുക്ക് കുറ്റം പറയാൻ പറ്റും. അത് അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. മദ്യപിക്കണോ വേണ്ടയോ, അത് എല്ലാ കാര്യവും അത് തന്നെയാണല്ലോ, വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. ഇങ്ങനെ ഈ കുടിക്കുന്നതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ചിലവരൊക്കെ ഈ മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആഘോഷം മുഴുവൻ അങ്ങോട്ട് നശിപ്പിച്ച് കളയുന്നുള്ളതാണ്. ഇപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ അത്രയും സന്തോഷമൊക്കെയുള്ള ഒരു കൂട്ടായ്മയുടെയൊക്കെ ഒരു ആഘോഷമാണല്ലോ. അപ്പോൾ ഈ മദ്യപിച്ച് വന്ന് വഴക്കുണ്ടാക്കുക, തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ അത് പറഞ്ഞപ്പോഴത്തേക്കാണ് ഈ മദ്യപിച്ച് കഴിഞ്ഞാൽ പലർക്കും പല സ്വഭാവമാണ്. ചിലർക്ക് അമിത സ്നേഹം പ്രകടനം നടത്തുന്ന ആളുകളുണ്ടാവും, ചിലർ വല്ലാണ്ട് വയലന്റ് ആവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഭാര്യമാരെ തല്ലുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ആഘോഷം അങ്ങോട്ട് ഇരുണ്ടുപോകും അല്ലേ? അതെ, വളരെ സങ്കടകരമായിട്ടുള്ള കാര്യം. നമുക്ക് ചുറ്റും നമ്മൾ പല രീതിയിലൊക്കെ അങ്ങനെ അത് കാണാറുണ്ട്. ഈ എന്താണ് അന്നന്നത്തെ ജോലിക്ക് ചെയ്ത് കൂലി കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഈ ബെവ്കോയുടെ മുന്നിലൊക്കെ പോയി ക്യൂ നിന്ന് വാങ്ങി ആ ഒരു കാശ് മുഴുവൻ ആ ആഘോഷത്തിൻ്റെ മാറ്റ് തന്നെ കളയുന്ന രീതിയിൽ കുടിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അത് ഈ കുട്ടികളൊക്കെ വലിയ രീതിയിൽ അത് ബാധിക്കും. അവർക്കതൊരു ട്രോമ പോലെ അത് അങ്ങനെ കിടക്കും. കാരണം അപ്പോൾ അവർക്ക് പേടിയായിരിക്കും. ഈ ആഘോഷം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മാവനാണെങ്കിലും ആരെങ്കിലും കുടിച്ച് അവർക്കതൊരു വലിയൊരു വിഷമം ഉണ്ടാക്കും. എല്ലാ കുട്ടികളും ആഘോഷിക്കുന്നത് പോലെ അവർക്കത് ചിലപ്പോൾ ആഘോഷിക്കാൻ കഴിയണം. അവർക്ക് ചിലപ്പോൾ ഈ ഓണം
വിഷു അതുപോലെ തന്നെ ആഘോഷ ദിവസങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കണ്ണീരിൻ്റെ ദിവസങ്ങളായിരിക്കും. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ഈ ഉയർന്നു വരുന്ന മദ്യവിൽപ്പനയൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഈ ആഘോഷവേളയിലാണ് ഈ പലരും കുടിച്ചു കഴിഞ്ഞ് ഈ വണ്ടിയൊക്കെ എടുത്ത് റോഡിലൂടെ ഇറങ്ങും. ഈ കഴിഞ്ഞ ദിവസം തന്നെ സംഭവം ഉണ്ടായല്ലോ, ഒരാൾ മരിച്ചുപോയി, നിരവധി പേർക്കാണ് പരിക്കേറ്റത്. അത്തരത്തിൽ കുറേ കണക്കുകൾ വരുന്നുണ്ട്. ഈ നമ്മൾ ബെവ്കോയിലായിക്കോട്ടെ ഇനി എവിടെ ആയിക്കോട്ടെ ഈ ഓണത്തിന് ഈ ഉത്രാടത്തിനുള്ള കണക്ക് വരെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓണത്തിന് അവധിയായിരുന്നു, അപ്പോൾ അത് കണക്ക് കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നേരത്തെ വാങ്ങി സ്റ്റോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും ആളുകൾ. അപ്പോൾ ഇതിൻ്റെ കണക്ക് പുറത്ത് വരുന്നതല്ലാതെ ഈ അപകടങ്ങളുടെ കണക്ക് അല്ലെങ്കിൽ ഈ മദ്യപാനം കൊണ്ടുണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കരൾ രോഗം, ഇതിൻ്റെ കണക്കുകളൊന്നും എവിടെയും വരാറില്ല. അല്ലേ, ഇപ്പോൾ ഒരു ജീവിതം തന്നെ ഇല്ലാതാവുന്നതാണ് ഈ ദിവസവുമുള്ള മദ്യപാനം, തുടർച്ചയായുള്ള മദ്യപാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഖജനാവ് വീർപ്പിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തന്നെ പ്രധാന വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ഈ മദ്യവിൽപ്പനയും സർക്കാരിന്റെ കാര്യം മാത്രമാണ് നമ്മൾ പറയുന്നത്. അത്തരത്തിലുള്ള കണക്കുകൾ മാത്രമാണ് പുറത്തു വരുന്നത്. അതാണ്. ബെവ്കോ മാത്രമല്ല, ഈ പറയുന്ന ബാറുകൾ എത്രയാണുള്ളത്. നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രമാണ് പ്രധാനമായിട്ടും കേരളം എന്ന് പറയുന്നത്. നമ്മുടെ ഐക്കൺ, ലോകത്തിന്റെ മുന്നിൽ തന്നെ കേരളം അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഇങ്ങനെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ബാറുകൾ കൂടിയേ തീരും. കാരണം അവർക്കൊക്കെ മദ്യപാനം ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ബാറുകളുടെ എണ്ണവും കൂടി വരികയാണ്. അവിടെ മദ്യപിക്കാൻ എത്തുന്ന നമ്മുടെ ഇടയിൽ ഒരുവിധം ലോക്കലായിട്ടുള്ള ആളുകളല്ലാതെ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ആളുകൾ, സാമ്പത്തികമായി കുറച്ചുകൂടി ഉയർന്ന ആളുകളൊക്കെ ബാറിൽ പോയി മദ്യപിക്കുന്നവരാണ്. അപ്പോൾ അതിന്റെ ഒരു ചെലവ് എങ്ങനെയാണ്, അതിന്റെ കണക്കുകൾ എത്രത്തോളം വരും? ഞെട്ടിപ്പിക്കുന്ന കണക്ക്, അതൊന്നും പുറത്തു വരില്ല. അപ്പോൾ ഈ കണക്കുകളൊന്നുമല്ല, കുടിക്കുന്നവരുടെ എണ്ണം ഇതിൽ തീരുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അതിൽ വരുന്ന സാമ്പത്തിക എത്രത്തോളം പൈസ ചെലവാകുന്നു എന്നുള്ളത് നമ്മൾ പറയാം. നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ ചെലവാകുന്ന പൈസയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ എന്നുള്ളത്. നേരത്തെ മായ കുട്ടിയുടെ കാര്യം, ഇത് കണ്ടുവരുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടിൻ്റെ കാര്യം പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കണം എന്ന് മാത്രമല്ല, അവരുടെ ക്യാരക്ടർ ബിൽഡിങ്ങിനെ വല്ലാണ്ട് ബാധിക്കുകയാണത്. ചിലപ്പോൾ വിഷാദ രോഗത്തിലേക്കൊക്കെ കുട്ടികൾ പോകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്നതേ ഇല്ല, പലരും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അപ്പം ഇതിനെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ട് വന്ന സർക്കാരുകൾക്കൊക്കെ എപ്പോഴും തിരിച്ചടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം, ആന്റണി സർക്കാരാണെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരാണെങ്കിലും ഒക്കെ അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തിയവരാണ്. പക്ഷേ അവർക്കൊക്കെ തിരിച്ചടി നേരിട്ടിട്ടുള്ളതായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സർക്കാരിൻ്റെ മദ്യനയം എന്താണെന്ന് പോലും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ്. അതിനൊരു ഉപസമിതി വെച്ചിരിക്കുകയാണ്. അതിൽ പോലും, കാരണം അതിലധികം തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ ഇതിന് ഖജനാവിന് വലിയൊരു ക്ഷീണമായി പോകും. അതുകൊണ്ട് ഈ ബാറ്, മദ്യവിൽപ്പന, ഇതിലൊന്നും വലിയ രീതിയിലുള്ള ഇടപെടലുകൾ, മദ്യവർജനം എന്ന് പലപ്പോഴും പറയാറുണ്ടെങ്കിൽ കൂടി ഇതിലൊരു കൃത്യമായ ഒരു സ്റ്റാൻഡ് എന്താണ്, അതൊരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം എന്നുള്ളതാണ്. അതിൻ്റെ മദ്യം തീരെ വർജിക്കുക എന്നുള്ളത് അപ്പുറം ഒരു നിയന്ത്രണത്തോടുകൂടി ബോധവൽക്കരണമൊക്കെ നടത്തി അതിനെ കുറച്ച് കൊണ്ടുവരികയാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ കൂടി ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഈ ഓണക്കാലത്തെ ആ 8 ദിവസത്തെ കണക്കാണ് കഴിഞ്ഞ ദിവസം വന്നത്. 771 കോടി 29 ലക്ഷം രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ച് തീർത്തതെന്നാണ്. അത് ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് ഇതേ സമയത്ത് 694 കോടി 96 ലക്ഷം കോടിയുടെ മദ്യമാണ് കുടിച്ച് തീർത്തത് എന്നുള്ളതാണ്. ഈ നേരത്തെ ശ്രീജ പറഞ്ഞ പോലെ ഇതൊക്കെ ബിവറേജസ് കോർപ്പറേഷനും ഈ മറ്റേ ബെവ്കോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയുള്ളത്, കൺസ്യൂമർ ഫെഡൊക്കെ വഴിയുള്ളതാണ്. അല്ലാത്ത ബാറുകളുടെ കണക്ക് അത് വേറെയുണ്ട്. അതൊന്നും നേരത്തെ പറഞ്ഞ പോലെ ഒന്നും പുറത്തു വരികയൊന്നും ചെയ്യില്ല. ഈ നമ്മുടെ കേരളം മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മദ്യപാനികളുള്ള ഒരു നാടല്ല. അതിൽ നമ്മളുടെ കേരളം ഏകദേശം ഇതിനു മുൻപ് വന്നൊരു കണക്ക് പ്രകാരം നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്തോ 5ാം സ്ഥാനത്തോ ആണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ ഒരു പുറത്തു വന്ന കണക്ക് എന്ന് പറഞ്ഞാൽ ഈ മദ്യം വാങ്ങുന്നവരുടെ എണ്ണം കൂടുതലാണ്. പക്ഷേ അതേസമയം തന്നെ മദ്യം പോകുന്ന കേസ്, ലിറ്ററുകളുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുന്നു എന്നുള്ളത് അതൊരു കൗതുകകരമായ ഒരു കണക്ക് കൂടി കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നിട്ടുമുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ മദ്യത്തിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സർക്കാരുകൾ നികുതി കൂട്ടുന്നു. ഒരു കണക്കിന് അത് അവർക്ക് പൈസ കിട്ടുന്ന ഒരു ഏർപ്പാടാണ്. എങ്കിൽ കൂടി നികുതി കൂട്ടിയിട്ടൊന്നും ഈ മദ്യപാനികളുടെ എണ്ണത്തിലൊരു കുറവ് വരുന്നില്ല. പക്ഷേ അപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വീണ്ടും ഉണ്ടാകുന്നുണ്ട്. അതായത് ലഹരി, വ്യാപകമായി ലഹരി ഉപയോഗം, ഇത്തരത്തിൽ മദ്യം കുറയുന്നിടത്ത് ലഹരിയുടെ ഉപയോഗം കൂടുന്നതായി കാണുന്നുണ്ട്. അത് ഇതിനേക്കാൾ വലിയ വിപത്താണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അപ്പോൾ നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എവിടെയൊക്കെയാണോ മദ്യത്തിൽ വേണ്ട എന്നുള്ള ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്, അവിടെയൊക്കെ അതിനേക്കാൾ ഏറെ വലിയ തിരിച്ചടികൾ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്.
അതെ അതെ. ഈ ലഹരിയുടെ കാര്യം പറഞ്ഞ സമയത്താണ് ഈ മദ്യം വാങ്ങുന്നതിനൊക്കെ പ്രായപരിധിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ടീനേജേഴ്സിനും അങ്ങനെയുള്ളവർക്കൊന്നും പോയി വാങ്ങാൻ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ ലഹരി അതാണ് ഇവർ കൂടുതലായിട്ട് ലഹരികളിലേക്കൊക്കെ തിരിയുന്നത്. ഈ ലഹരിയാകുമ്പം ഇത് പല രീതിയിലുള്ള വിൽപ്പനകൾ ആരും കാണാതെയൊക്കെ ആയിട്ടുള്ള വിൽപ്പനകൾ MDMA ആയാലും മറ്റ് എന്ത് ലഹരി വസ്തുക്കളായാലും അതൊക്കെ ആ രീതിയിൽ നടക്കും. അപ്പോൾ ഇവർ കൂടുതലായിട്ട് ഇതിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടതുണ്ട്. മായ സൂചിപ്പിച്ചതുപോലെ എന്ത് വേണം എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്, മദ്യപിക്കണമോ വേണ്ടയോ എന്നുള്ളത്. പക്ഷെ ഇത് എങ്ങനെ വേണം എന്നുള്ളത് കൂടി നമ്മൾ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാക്കി ഇതിനെ മാറ്റണോ എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ്. എന്നാൽ ആഘോഷങ്ങളുടെ മാറ്റ് കൂട്ടാൻ മദ്യം തന്നെ വേണമെന്ന ചിന്താഗതി നമ്മുടെ സമൂഹത്തിന് തീർത്തും യോജിച്ച ഒന്നല്ല. സർക്കാരിന് വരുമാനം നൽകുന്ന സ്രോതസ്സ് എന്നതിനപ്പുറം ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തെയും കുടുംബ ഭദ്രതയെയും ഇതെങ്ങനെ ബാധിക്കുന്നു എന്നത് ഗൗരവത്തോടെ കാണണം. നിയന്ത്രിതമായ മദ്യപാനശീലവും ബോധവൽക്കരണവുമാണ് സമൂഹത്തിന് ആവശ്യം.